മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചകൾ സജീവമായതോടെ മന്ത്രിസ്ഥാനത്തേക്ക് അവകാശവാദവുമായി കൂടുതൽ പാർട്ടികൾ. മുന്നണിയിലുള്ള LJDക്കും പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന RSP ലെനിനിസ്റ്റിനും മന്ത്രിസ്ഥാനം വേണം. NCPയിലും JDSലും മന്ത്രിയെ മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. അതേസമയം ദേവഗൌഡയ്ക്ക് ഒപ്പമില്ലെന്ന നിലപാടിലാണ് ജനതാദൾ എസ് കേരള ഘടകം. BJP പാളയത്തിലേക്കില്ലെന്ന് മാത്യു ടി തോമസ് ദേവഗൌഡയെ അറിയിച്ചു. പുതിയ പാർട്ടിയുണ്ടാക്കി LDFൽ തുടരാനാണ് ആലോചന. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഈ രണ്ട് മന്ത്രിമാർ മാറുമെന്നത് ഏതാണ്ട് ഉറപ്പാണ്. അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും. മറ്റ് പാർട്ടികളുടെ അവകാശവാദം എന്താണ്? CPM മന്ത്രിമാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആലോചനകൾ ഈ ഘട്ടത്തിലും തുടരുന്നുണ്ടോ? രഞ്ജിത്ത്, 2.5 വർഷമെന്ന ഒരു ധാരണ നേരത്തെ ഇടതുമുന്നണിയിൽ ഉണ്ടായതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് മന്ത്രിമാർ മാറുന്നത്. ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മാറും. ഇടതുമുന്നണിയിലെ പാർട്ടികളിൽ ഘടകകക്ഷികളിൽ ഒരു MLA-എങ്കിലുമുള്ള എല്ലാവർക്കും, അതിൽ LJDക്കാണ് മന്ത്രിസ്ഥാനം ആദ്യഘട്ടത്തിൽ നൽകാത്തത്. RSP ലെനിനിസ്റ്റ് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ്, അതുകൊണ്ട് അവരെയും പരിഗണിച്ചില്ല. LJDക്ക് ആ ഘട്ടത്തിൽ മന്ത്രിസ്ഥാനം നൽകാത്തതിന് കാരണമായി നേതാക്കൾ രഹസ്യമായി പറഞ്ഞിരുന്നത് ഇടതുമുന്നണി യോഗത്തിൽ ഒരിക്കൽ പോലും MV ശ്രേയാംസ് കുമാർ അത്തരത്തിലൊരു സീറ്റ് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടില്ല. കാരണം KP മോഹനാണ് LJDയുടെ നിയമസഭയിലെ പ്രതിനിധി. അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ MV ശ്രേയാംസ് കുമാറും അദ്ദേഹത്തൊപ്പം നിൽക്കുന്നവരും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് KP മോഹനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നത്. മറ്റു പാർട്ടികളിൽ എല്ലാവർക്കും, അത് RSP ലെനിനിസ്റ്റ് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ്, എല്ലാവർക്കും മന്ത്രിസ്ഥാനം നൽകാൻ ഇടതുമുന്നണി തീരുമാനമെടുത്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 പേർ മാറുകയും പുതിയ 2 മന്ത്രിമാർ ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമേന്ദ്രനും മന്ത്രിസഭയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നതും. പക്ഷേ ഇപ്പോൾ കൂടുതൽ അവകാശവാദവുമായി ഘടകകക്ഷികൾ രംഗത്തെത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം, ഞാൻ സൂചിപ്പിച്ച പോലെ LJD തന്നെയാണ്. തങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണം, KP മോഹനെ മന്ത്രിയാക്കണം എന്ന ആവശ്യമായി ഇപ്പോൾ രംഗത്തുള്ളത് MV ശ്രേയാംസ് കുമാറാണ്. ഇടതുമുന്നണി യോഗത്തിൽ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമായി കഴിഞ്ഞു. 5 തവണ തുടർച്ചയായി ഇടതുമുന്നണിക്കൊപ്പം നിന്ന് ജയിച്ചയാളാണ് കോവൂർ കുഞ്ഞുമോൻ. നേരത്തെയും മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചതാണ്. ഇടതുമുന്നണി കത്ത് നൽകിയത്, പക്ഷേ അത് പരിഗണിച്ചില്ല. മുന്നണിയിൽ പോലും അദ്ദേഹത്തെ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടുമില്ല. പുതിയ പാർട്ടി RSP ലെനിനിസ്റ്റ് രൂപീകരിച്ച ശേഷം മുന്നണിയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. ഈ 2 ആവശ്യവും വീണ്ടും അദ്ദേഹം ഉന്നയിക്കുകയാണ്. മുന്നണി നേതൃത്വത്തിൽ കത്ത് കൊടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ അത് പരിഗണിക്കാനിടയില്ല. LJDയുടെ അവകാശവാദവും ഈ ഘട്ടത്തിൽ ഇടതുമുന്നണി പരിഗണിക്കുമോ എന്ന് വ്യക്തമല്ല. ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ മന്ത്രിമാരുള്ള പാർട്ടികളിലെ ആഭ്യന്തര കലഹം. അതിലേറ്റവും പ്രധാനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ JDS തന്നെയാണ്. JDSൽ K കൃഷ്ണൻകുട്ടിയാണ് ഇപ്പോൾ മന്ത്രി. 2.5 വർഷ ധാരണ തങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു എന്ന അവകാശവാദമാണ് മാത്യു ടി തോമസിനൊപ്പമുള്ളവർ ഉന്നയിക്കുന്നത്. പക്ഷേ അതിലും വലിയൊരു പ്രതിസന്ധിയിലാണ് അവർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ JDS കർണാടകയിൽ BJPക്കൊപ്പം പോവുകയാണ്. ദേശീയതലത്തിലും അതുമായി ബന്ധപ്പെട്ട ധാരണ വരും. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഇടതുമുന്നണിക്കൊപ്പം JDSലെ 2 MLA-മാർ ഇവിടെ തുടരുമെന്ന ചോദ്യമാണ് വരുന്നത്. അതുകൊണ്ടാണ് മാത്യു ടി തോമസും അവരുടെ പാർട്ടിയും ദേവഗൌഡയ്ക്ക്, ദേശീയ അധ്യക്ഷന് കത്ത് നൽകിയത്. നിങ്ങൾക്കൊപ്പം ഞങ്ങളില്ല, BJP പാളയത്തിൽ പോകാനുള്ള നിങ്ങളുടെ തീരുമാനത്തിനൊപ്പം ഇല്ല എന്ന് വ്യക്തമാക്കി മാത്യു ടി തോമസ് ദേവഗൌഡയെ ഫോണിൽ വിളിച്ചിരുന്നു. പുതിയ പാർട്ടി രൂപീകരിച്ച് ഇടതുമുന്നണിക്കൊപ്പം നിൽക്കാനാണ് അവരുടെ തീരുമാനം. അവിടെ നിയമപരമായ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. കാരണം JDSന്റെ ചിഹ്നത്തിൽ ജയിച്ചാണ് 2 പേരും, മാത്യു ടിയും അതുപോലെ കൃഷ്ണൻകുട്ടിയും MLA-യും മന്ത്രിയുമായത്. അതുകൊണ്ട് അവർ വിപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ അയോഗ്യതയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് സൂക്ഷിച്ചാണ്, നിയമ ഉപദേശിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിലും വലിയ കലഹമാണ് NCPയിൽ തോമസ് K തോമസ് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ ശക്തമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. NCP കേരള ഘടകത്തിന്റെ അധ്യക്ഷൻ PC ചാക്കോയാണ്. ചാക്കോയുടെ പിന്തുണ ഇപ്പോഴത്തെ മന്ത്രി AK ശശീന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മന്ത്രിസ്ഥാനം മാറിക്കൊടുക്കുന്ന നിലപാടിൽ ശശീന്ദ്രനുള്ളത്. അത്തരം ധാരണ ഒരിടത്തുമില്ലെന്ന് ശശീന്ദ്രൻ അവകാശപ്പെടുകയും ചെയ്യുന്നു. ആ പാർട്ടിയിലും ആ രീതിയിലുള്ള കലഹമുണ്ട്. ഇത്തരത്തിൽ പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ വലിയ തർക്കം ഇടതുമുന്നണിക്ക് ഉള്ളിലും പാർട്ടികൾക്കുള്ളിൽ അതിൽ ശക്തമായ തർക്കവുമാണ് ഉള്ളത്. ഏതായാലും ഗണേശനും രാമേന്ദ്രൻ കടന്നപ്പള്ളിക്കും മന്ത്രിസ്ഥാനം കൊടുക്കുമെന്ന മുൻധാരണയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നാണ് ഇതിനൊപ്പം ഒരു മുഖം മിനുക്കൽ കൂടി ഒരുപക്ഷെ ആലോചന ഉണ്ടായിരിക്കുമല്ലോ. കാരണം നമുക്കറിയാം, 1ാം പിണറായി സർക്കാരിന്റെ മന്ത്രിമാരുടെ ഒരു പകിട്ട് 2ാം പിണറായി സർക്കാരിന്റെ മന്ത്രിമാർക്കില്ല എന്ന വ്യാപകമായ ഒരാക്ഷേപമുണ്ട്. സ്വാഭാവികമായും CPM മന്ത്രിമാരിലും, CPM കേന്ദ്രങ്ങൾ നിഷേധിക്കുന്നുവെങ്കിൽ പോലും CPM മന്ത്രിമാരിലും ഒരു വകുപ്പ് മാറ്റമോ അല്ലെങ്കിൽ മന്ത്രിമാർ മാറുന്ന നിലയ്ക്കോ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടോ? അത്തരം ചില അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും അത്തരം അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഈ മുഖമിനിക്കൽ എന്നത് അടിയന്തര ആവശ്യമായി കാണുന്നവർ CPMലും ഇടതു മുന്നണിയിലുമുണ്ട്. പക്ഷേ
അത്തരം ചർച്ചകളിലേക്ക് കടക്കുമോ? നമുക്കറിയാം, ഒരു വർഷം മുമ്പ് എൻ ഷംസീർ സ്പീക്കറായും എം പി രാജ് മന്ത്രിസഭയിലുമൊക്കെ വരുമ്പോഴും എം പി ഗോവിന്ദൻ ഒഴിയുമ്പോഴും ആ സമയത്തും അത്തരത്തിൽ ചില ചർച്ചകൾ വന്നിരുന്നു. പക്ഷേ ഒരു വർഷം മാത്രം പിന്നിടുമ്പോൾ അത്തരമൊരു മാറ്റം വേണമോ? ആദ്യ സർക്കാരിൻ്റെ കാലത്തും മന്ത്രിമാർ ആദ്യഘട്ടത്തിലൊക്കെ അത്ര മെച്ചപ്പെട്ട പ്രകടനമായിരുന്നില്ല. അവർക്ക് കുറച്ചുകൂടി സമയം നൽകണമെന്നൊരു അഭിപ്രായം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സമിതിയിലടക്കം മുന്നോട്ട് വച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ വലിയ രീതിയിലുള്ള ഒരു ഷഫിളിൽ കാര്യങ്ങൾ എത്താതിരുന്നത്. ഇപ്പോൾ അത്തരമൊരു സാവകാശം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത്തരമൊരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി പോകുമോ എന്ന കാര്യം വ്യക്തമല്ല. മന്ത്രിമാർ ചിലർ മാറണം. പല വകുപ്പുകളുടെയും പ്രവർത്തനം വിചാരിച്ചത്ര മുന്നോട്ട് പോയി. പ്രത്യേകിച്ച് ജനങ്ങളുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന ആരോഗ്യമടക്കമുള്ള വകുപ്പുകൾ മന്ത്രിമാരുടെ പ്രവർത്തനം അത്ര മെച്ചമല്ല എന്ന വിലയിരുത്തൽ CPM സംസ്ഥാന സമ്മേളനത്തിൽ ഉൾപ്പെടെയുള്ള സമ്മേളനങ്ങളടക്കം ഉയർന്നു കേട്ടതാണ്. ഇപ്പോഴും അതിൽ കാര്യമായ മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു മുഖം മിനുക്കൽ നടപടികൾ, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി അനുകൂല തരംഗം, സഹതാപ തരംഗം ആഞ്ഞിടിച്ചെന്ന് പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ജാഗ്രതയോടെ കാണേണ്ട കാര്യങ്ങളുണ്ട്. സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്കെതിരായ ഒരു താക്കീത് കൂടിയായത് മാറിയില്ലേ എന്ന സംശയം CPM നേതൃത്വം തന്നെ പലപ്പോഴും നേതാക്കൾ തന്നെ രഹസ്യമായും പരസ്യമായും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരമൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും അത്തരമൊരു മുഖമിരുക്കൽ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. അടുത്തയാഴ്ച CPMന്റെ സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും യോഗം ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഇടതുമുന്നണി യോഗം ചേരും. ഈ സംസ്ഥാന നേതൃയോഗങ്ങളിലാകും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടക്കുക. ഒക്ടോബർ അവസാനം വരെ, നവംബർ വരെ സമയമുണ്ട് ഒരു പുനഃസംഘടനയ്ക്ക് അല്ലെങ്കിൽ മന്ത്രിമാരെ മാറ്റുന്നതിനുമൊക്കെ. അതുകൊണ്ട് കൂടുതൽ ചർച്ചകൾ പിന്നീടും ഉണ്ടാകും. ഏതായാലും അത്തരം ചർച്ചകളും സജീവമാണ്. എൻ ഷംസീർ സ്പീക്കർ സ്ഥാനത്ത് മാറി മന്ത്രിസഭയിലേക്ക് എത്തുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമാണ്. പക്ഷേ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ CPM നേതാക്കൾ ആരും ഈ ഒരു വാർത്തയ്ക്ക് അല്ലെങ്കിൽ ഇത്തരം അഭ്യൂഹങ്ങൾക്ക് ഒരു പിന്തുണയും നൽകുന്നില്ല. അത്തരം ഒരു ചർച്ചകളും ഒരു തരത്തിലും നടന്നിട്ടില്ല. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ പോലും അത്തരം ചർച്ച വന്നിട്ടില്ല എന്നൊരു നിലപാടാണ് നേതൃത്വം സ്വീകരിക്കുന്നത്. ഇന്ന് CPMന്റെ പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്നും നാളെയുമായി ഡൽഹിയിൽ ചേരുകയാണ്. മന്ത്രിമാരെ മാറ്റുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടാകും. അവിടെ നിന്ന് അനുമതി വാങ്ങേണ്ടി വരും. അത്തരം കാര്യങ്ങൾ 2 ദിവസത്തിനുള്ളിൽ അറിയാനും കഴിയും. വകുപ്പ് മാറ്റം സ്വാഭാവികമായും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിന് കാരണം KB ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയുടെ ആദ്യ മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. പിന്നീട് വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയുമായിരുന്നു. ഇപ്പോൾ ആന്റണി രാജുവിന് പകരക്കാരനായാണ് KB ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് വരാൻ പോകുന്നത്. പക്ഷേ ഗതാഗത വകുപ്പ് ഏറ്റെടുക്കുന്നതിനോട് KB ഗണേഷ് കുമാറിന് താല്പര്യമില്ല. അത് നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ഗണേഷ് കുമാറിന് വനം വകുപ്പ് നൽകിയേക്കും. വനം വകുപ്പോൾ NCPയുടെ AK ശശീന്ദ്രൻ്റെ വകുപ്പാണ്. ശശീന്ദ്രൻ ആദ്യ പിണറായി മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വകുപ്പുകളുടെ മാറ്റം അവിടെ ഉണ്ടാകും. അതിനനുസരിച്ച് മറ്റു വകുപ്പുകളിലും വിദ്യാഭ്യാസം അടക്കമുള്ള വകുപ്പുകളിലും വിദ്യാഭ്യാസം, തൊഴിൽ, എക്സൈസ് തുടങ്ങിയ വകുപ്പുകളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്നത് ചർച്ചകൾ സജീവമാണ്. പക്ഷേ എത്രത്തോളം അതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഈ തീരുമാനം ഏത് തരത്തിലാണ് ഉണ്ടാവുക? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അതിലൊരു പക്ഷേ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നേക്കാം. സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ അഭിപ്രായം അത് പ്രധാനപ്പെട്ടതാണ്. LDF CPM സംസ്ഥാന സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം ഉണ്ടാകാം. അപ്പോൾ ഏത് രീതിയിലുള്ള ഒരു അഭിപ്രായ രൂപീകരണമാണ് ആ സംവിധാനം അനുസരിച്ച് ഉണ്ടാകേണ്ടത്? സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുക, സംസ്ഥാന സമിതിയുടെ അംഗീകാരം അതിന് ലഭിക്കുക. അപ്പോഴും രഞ്ജിത്ത് ചോദിച്ച പോലെ മുഖ്യമന്ത്രിയുടെ തീരുമാനം, മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാകും ഏറ്റവും പ്രധാനം. മന്ത്രിസഭയെ നയിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ താല്പര്യം, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നിലപാടനുസരിച്ചാകും ഈ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ ഈ വകുപ്പ് മാറ്റവുമൊക്കെ CPM തീരുമാനിക്കുക. CPM നേതൃത്വത്തിന് വളരെ നിർണായകമായ റോളുണ്ട്. കാരണം അത്ര നല്ല രീതിയിലല്ല ഈ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് വിലയിരുത്തിയത് CPM തന്നെയാണ്, സംസ്ഥാന സമിതി തന്നെയാണ്. ഇനിയും മെച്ചപ്പെടാനുണ്ടെന്ന് വിലയിരുത്തിയത് CPM സംസ്ഥാന സമിതി തന്നെയാണ്. വലിയ വെല്ലുവിളികൾ വരും ദിവസങ്ങൾ നേരിടാനിരിക്കുന്നു. നേതാക്കൾക്കെതിരെയുള്ള അന്വേഷണം, സർക്കാരിനെതിരെയുള്ള അന്വേഷണം, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരെയുള്ള പ്രതിപക്ഷ വിമർശനം, ആ രീതിയിലുള്ള ആരോപണങ്ങൾ, അതൊക്കെ കൊണ്ട് തന്നെ ഒരു മുഖം മിനുക്കൽ നടപടി മൊത്തത്തിൽ വേണമെന്ന അഭിപ്രായവും CPMനുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി നിലപാടും അവിടെ നിർണായകമാകും. നേതൃയോഗങ്ങളിൽ ഏത് തരത്തിലാകും നേതാക്കൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു പടനീക്കമോ ഒരു പടപ്പുറപ്പാടോ ഒന്നും CPMൽ പ്രതീക്ഷിക്കാനാകില്ല. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൂടി കേട്ടുകൊണ്ടൊരു മാറ്റമാകും CPM നേതൃത്വവും നിർദ്ദേശിക്കുക. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാത്തിരുന്ന് കാണണം ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നത്. തൽക്കാലം 2 മന്ത്രിമാർ മാറും, ഘടകകക്ഷി മന്ത്രിമാർ മാറുമെന്ന കാര്യത്തിൽ മാത്രമാണ് ഏതാണ്ട് ഉറപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മറ്റു മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുന്നു. LDF യോഗത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. മുഖമിനുക്കലിൻ്റെ ഭാഗമായി മന്ത്രിമാരുടെ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന തരത്തിൽ. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഈ നവംബറിലാണല്ലോ ഈ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്.
അത് ഒരു മാസം മുമ്പ് തന്നെ നമ്മൾ ഈ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒക്ടോബർ കഴിഞ്ഞ് നവംബറിലേക്ക് എത്തണം കാര്യങ്ങൾ. അപ്പോൾ ഈ LDF യോഗത്തിൽ ബുധനാഴ്ച LDF യോഗമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. LDF യോഗത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാമോ? അന്തിമ ധാരണ LDF യോഗത്തിൽ ഉണ്ടാകാനിടയില്ല. മറ്റു ചില പ്രധാനപ്പെട്ട അജണ്ടകളിലേക്കാണെന്ന് ചർച്ചകൾ പോകുന്നത്. പ്രധാന അജണ്ട അതൊക്കെ തന്നെയാണ്. 21-ാം തീയതി രാജ്ഭവൻ മുന്നിൽ ഇടതു നേതാക്കളുടെ ഒരു സത്യാഗ്രഹമുണ്ട് ഉച്ചവരെ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലൊക്കെയാണ് പ്രധാനപ്പെട്ട അജണ്ടകൾ. പക്ഷേ ഈ ഘടകകക്ഷികൾക്ക് പല കാര്യങ്ങളിൽ അതൃപ്തിയുണ്ട്. ഈ മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരണമെന്ന് മന്ത്രിസഭയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച LJD അടക്കമുള്ള പാർട്ടികളുണ്ട്. KB ഗണേഷ് കുമാറിൻ്റെ മുന്നിൽ പരാതികളുണ്ട്. അദ്ദേഹത്തെ മുന്നോക്കക്ഷേമ കോർപ്പറേഷൻ സ്ഥാനം ആരോടും ചോദിക്കാതെ എടുത്തു മാറ്റി എന്ന ഒരു വിമർശനമുണ്ട്. അത് അദ്ദേഹം ഒരുപക്ഷെ ഇടതുമുന്നണി യോഗത്തിൽ ഉന്നയിച്ചേക്കും. അത്തരം കാര്യങ്ങളിലേക്കും ചർച്ചകൾ പോകുമ്പോൾ സ്വാഭാവികമായും ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു അന്തിമ ധാരണ അടുത്ത ആഴ്ച ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടാകാനിടയില്ല. ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ, അഭിപ്രായങ്ങൾ CPM നേതൃത്വം കേൾക്കും. അതിനുശേഷമാകും തീരുമാനത്തിലേക്ക് പോവുക. ഏതായാലും മുൻധാരണ അനുസരിച്ച് കൂടിയായ ശ്രീ NM പിയേഴ്സൺ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ NM പിയേഴ്സൺ, ഒരു മുഖമിനുക്കലിലേക്ക് മന്ത്രിസഭ പോവുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമേന്ദ്രനും കടന്നു വരുന്ന കാര്യത്തിൽ സംശയമില്ല. CPM മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരു മുഖമിനുക്കലിലൂടെ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ചില പോരായ്മകൾ പരിഹരിക്കാനാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, മുഖമിനുക്കല് ഇടയ്ക്കിടയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരണത്തിലിരിക്കുന്ന സമയത്ത് ചെയ്തു വരുന്ന പ്രക്രിയയാണ്. അത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പാണ് സാധാരണ അവർ ചെയ്യുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അതുവരെ ഭരിച്ചിരുന്ന ഭരണ സംവിധാനം എന്ന് പറയുന്നത് ജനവിരുദ്ധമായി മാറി എന്നതും ആ സർക്കാരിന്റെ പ്രതിച്ഛായ വല്ലാത്ത തരത്തിൽ കളങ്കപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. വളരെ നല്ല രീതിയിൽ ഊർജ്ജസ്വലമായി ജനങ്ങൾക്ക് ആവേശം പകരുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിസഭയാണെങ്കിൽ ആ മന്ത്രിസഭ അഴിച്ചുപണിയേണ്ട കാര്യമില്ല, അതിന് മുഖം മിനുക്കേണ്ടതില്ല. അപ്പോൾ വികൃതമായ മുഖങ്ങളാണ് മിനുക്കപ്പെടുന്നത്. അതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ അതിന് മുഖം മിനുക്കാനായിട്ട് തീരുമാനിക്കുന്ന ഈ സർക്കാരിന് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നതിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കാരണം ജനങ്ങളങ്ങനെ മിനുക്കപ്പെട്ട മുഖങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അതുവരെ ഉണ്ടായിരുന്നവരുടെ വീഴ്ചകൾ മറഞ്ഞു പോകും എന്നുള്ള ഒരു അബദ്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന പ്രക്രിയയാണത്. ശ്രീ NM പിയേഴ്സണാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഏതായാലും മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചകൾ സജീവമാണ് എന്നാണ് മനസ്സിലാകുന്നത്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടായേക്കാം, സ്പീക്കർ മാറിയേക്കാം, വകുപ്പുകൾ കുറച്ചുകൂടി ഘടകകക്ഷികൾക്ക് വകുപ്പുകൾ മാറ്റി നൽകിയേക്കാം. അങ്ങനെ നിരവധിയായ പരിഷ്കരണങ്ങൾക്ക് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ കോഴിക്കോട് നിപ ബാധിതരുടെ സമ്പർക്ക പട്ടികയിലുള്ള കൂടുതൽ പേരുടെ പരിശോധനാ ഫലം ഇന്ന്. ജില്ലയിൽ നിയന്ത്രണം കടുപ്പിച്ചു. 24 വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. പകരം ഓൺലൈൻ ക്ലാസുകൾ ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ഒരാൾ കൂടി നിപ സ്ഥിരീകരിച്ചതോടെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6ആയി. കോഴിക്കോട് പഴവർഗ്ഗങ്ങളുടെ വിൽപ്പനയിൽ കാര്യമായ കുറവുണ്ടായെന്ന പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. മാർക്കറ്റുകളിൽ തിരക്കൊഴിഞ്ഞിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. കാരണം ജനങ്ങൾ ഭീതിയിലുണ്ട്. വലിയ പരിധി വരെ ജനങ്ങൾ ഭീതിയിലാണ്. ഏത് തരത്തിലാണ് രോഗം പകരുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമെന്നാണ് ഈ പഴവർഗ്ഗങ്ങളുടെ ഉപയോഗത്തിലൊക്കെ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നത്. കോഴിക്കോട്ട് തുടർച്ചയായ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ആശങ്കയുണ്ടാക്കുന്ന പശ്ചാത്തലം നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 24 വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, അവധിയല്ല, സ്കൂളുകൾ അടച്ചിടും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവില്ല. ഓൺലൈൻ സംവിധാനത്തിലൂടെ മാത്രം തൽക്കാലം ക്ലാസ്സുകളാണിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾക്ക് കൂടി നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലമുണ്ട്. ഇതോടെ 6 പേർക്ക് മൊത്തത്തിൽ നിപ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിപ റിപ്പോർട്ട് ചെയ്തതോടെ കോഴിക്കോട്ടെ പഴവർഗ്ഗങ്ങളുടെ വിൽപ്പന കുത്തനെ കുറഞ്ഞു. പാളയം, പച്ചക്കറിയും പഴ മാർക്കറ്റുകളിലൊക്കെ ശൂന്യമായി തുടങ്ങി. വിനേഷ് കുമാറിന്റെ റിപ്പോർട്ട്. കോഴിക്കോട് വീണ്ടും നിപ റിപ്പോർട്ട് ചെയ്തതോടെ കാര്യമായി ബാധിച്ചത് പഴവർഗ്ഗ വിപണിയെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിപ റിപ്പോർട്ട് ചെയ്ത അതേ സാഹചര്യം തന്നെയാണ് പഴവർഗ്ഗ വിപണിയിലുള്ളത്. ആളുകളിപ്പോൾ പഴവർഗ്ഗങ്ങളൊന്നും തന്നെ വാങ്ങിക്കാൻ വരുന്നില്ല. പൊതുവെ പാളയം പച്ചക്കറി മാർക്കറ്റിൽ പോലും ഒരു വരണ്ട അന്തരീക്ഷമാണ്. എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം വളരെ മോശമാണ് സാറേ. കാരണം ആളില്ല. നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ, നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്ന മാതിരി തന്നെയാണ് പഴവർഗ്ഗ ഗൂഡ്സ് കച്ചവടമൊക്കെ വളരെ കുറവാണ്. ആദ്യത്തെ മാതിരി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കണം. വേറെ ഒന്നല്ല, ശൂന്യാകാശം മാതിരിയാണ് കാണുന്നത്.
സിറ്റിയിലേക്ക് ആളെ വരുന്നില്ല. ഒന്നാമത് തന്നെ ആൾക്കാർ പേടി കുടുങ്ങിയാണ്. ഇതിനെ ഭയപ്പെടണ്ടെന്നാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത്. പിന്നെ നമ്മളിപ്പോ എന്താ പറയാ, ആളില്ല, ആള് കാരണം പിന്നെ നമ്മള് 90% കച്ചവടം കുറഞ്ഞു. ആകെ ഒരു 10% ആള് വരുന്നുള്ളൂ. ഒരു 120 കിലോ നാരങ്ങ എടുത്തിട്ട് വണ്ടിയിൽ വെച്ച് കച്ചവടം ചെയ്യുമ്പോൾ ഇന്നത്തേക്ക് ബാക്കിയാ ഇന്നലെ എടുത്ത സാധനം. അതിൽ ഒരു 1000 രൂപേന്റെ കച്ചവടം ചെയ്തു പോയത്. ഒരു 10 പേർക്കാണ് ആ സാധനം ഞാൻ കച്ചവടം ചെയ്തു പോയത്. പിന്നെ വൈകിട്ട് 6 മണി 6:30 ആകുമ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ വേഗം കെട്ടിവെച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. ശരിക്കും ബാധിച്ചു. സിറ്റിന്റെ അകത്തേക്ക് ആള് വരുന്നില്ല, ബസ്സിലാണെച്ച ആളില്ല. ഇവിടെ രാവിലെ മുതൽ രാത്രി വരെ നിന്നിട്ട് വരെ ആരാ ഉള്ളത്? വാങ്ങണില്ല. പഴവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ പേരൊക്കെ അങ്ങനെ കണ്ടുള്ള സാധനങ്ങൾ തീരെ വാങ്ങിക്കില്ല ആള്. പിന്നെ എന്ന് പറഞ്ഞാൽ നിപ്പനെ നല്ല ടൗണിനെ ബാധിച്ചിട്ടുണ്ട്. പൊതുവെ ഡല്ലാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇപ്പം തന്നെ വളരെ ഡല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ 10-15 രൂപ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഈ മേഖലയിൽ തന്നെ. അപ്പോൾ അത് കാരണത്തിൽ ഇപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് ഇതിൻ്റെ ഇതിൽ 3000 രൂപ, ഒരു 4000 രൂപ, അങ്ങനെ കച്ചവടത്തിനൊക്കെ ഭയങ്കര ഇതാണ്. പിന്നെ നമ്മളെ ജീവിതമാർഗ്ഗമല്ലോ, പിന്നെ നമുക്ക് വിട്ടുങ്ങാണ്ട് മാറാനും പറ്റൂല. ഇനിയിപ്പോൾ എന്തായാലും ഉള്ളതുണ്ടെങ്കിലൊക്കെ നമ്മൾ തന്നെ ഇതിൽ അനുഭവിക്കാന്നുള്ളൂ. പിന്നെ കുറേ പ്രചരണങ്ങളുണ്ട്. ഇത് അസുഖം പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മുന്നേ തന്നെ വന്നിരിക്കുന്ന അസുഖങ്ങളുണ്ട്. അത് ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് പ്രചരണം കൂടിയെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ഇതിൻ്റെ ഇലക്ഷന് മുന്നേ തന്നെ, കഴിഞ്ഞ ഇലക്ഷന് മുന്നേ തന്നെ ഈ അസുഖം കാര്യങ്ങളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പോൾ അതൊന്നും പുറത്തേക്ക് എന്തായില്ലേനു, വിട്ടില്ലേനു. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇപ്പോൾ ഒരു ആഴ്ചൻ്റെ ഇതിലാണ് മൊത്തത്തിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പുറത്ത് വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ഒരു ഇതുണ്ട് ഇതിൽ. അപ്പോൾ എന്താണെന്നുള്ളൊരു പിടുത്തം കിട്ടില്ല. പിന്നെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ മുന്നേ കഴിഞ്ഞ പ്രാവശ്യം നിപ്പ വന്ന് അതിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടന്ന മേഖല നിറയെ തന്നെയാണ്. എല്ലാ മേഖല പൊട്ടിയാലും അന്ന് വില കുറച്ച് സാധനം കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് നിപ്പോ അങ്ങനത്തെ ഒരു ഇതില്ല. ഇതിൽ പിന്നെ ഇപ്പോൾ ഒന്നാമത്തെ നേരം നമ്മുടെ മേഖലയിൽ തന്നെ ഫുള്ളും വില ജാസ്തിയാണ്. സാധനത്തിന് നമ്മൾ എടുക്കുന്നിടത്ത് വലിയ വിലയാണ്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു അടിയാണ്. കച്ചവടം വളരെ മോശമാണ്, വളരെ മോശം. ആളെ ഇറങ്ങുന്നില്ല. ഇപ്പൊ പഴയമാതിരി ഫസ്റ്റിൽ വന്ന് അതേമാതിരി ആയിപ്പോയി. ഇപ്പൊ സർക്കാർ എന്തെങ്കിലും കണ്ടത് മാതിരി എന്തെങ്കിലും കേൾക്കേണ്ടി വരുന്നതാണ്. ഇതിപ്പോ ഇന്നലെ ഇട്ട് വെച്ച സാധനമാണ്. ഇന്നലെ 2 ദിവസമായിട്ട് ഒരു ദിവസം തന്നെ ജീവിക്കാൻ വയ്യില്ലാത്ത കിട്ടിയിട്ട് പോയി. നിപ്പ ഭീതിയെ തുടർന്ന് കച്ചവടം 4-1 കുറഞ്ഞതോടെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് പഴവർഗ്ഗ വ്യാപാരികൾ. വീണ്ടും നിപ്പ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പഴവർഗ്ഗ കച്ചവടക്കാരുടെ ആശങ്കയും വർദ്ധിക്കുകയാണ്. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, കോഴിക്കോട് ജാഗ്രതയിലാണ്. സ്കൂളുകൾ 24 വരെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചു കഴിഞ്ഞു? കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയക്കുന്നുണ്ടോ? രഞ്ജിത്ത്, കൂടുതൽ നിയന്ത്രണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. കാരണം കേസുകൾ ഇപ്പോൾ ഇതുവരെയുള്ള 36 പരിശോധിച്ച ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ അതിൽ 6 പോസിറ്റീവായിട്ടുണ്ട്. ഇതിൽ 2 പേർ മരിച്ചു, 4 പേർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഇതിൽ 30 നെഗറ്റീവായി എന്നുള്ളത് മാത്രം നേരിയൊരു ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. പക്ഷേ ഇന്ന് 100-ലധികം ഫലങ്ങൾ വരാനിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മൊബൈൽ ലാബിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയതിൻ്റെ എല്ലാം ഫലങ്ങൾ ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ വരും. 100-ലധികമുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഹൈറിസ്കിൽ വരുന്നതാണ് എന്നതുകൂടിയുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതായത് ഹൈറിസ്കിൽ വരുന്ന ആരോഗ്യ പ്രവർത്തകരുൾപ്പെടെ ഈ നിപ്പ ബാധിച്ച് മരിച്ച രോഗികളുമായി നേരിട്ട് സമ്പർക്കമുള്ള ആളുകളുടെ ഉൾപ്പെടെയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഫലങ്ങളായിരിക്കും, ഈ 100-ലധികം ഫലങ്ങളായിരിക്കും ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ വരിക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ 8 പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകൾ കടുത്ത നിയന്ത്രണം തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ കണ്ടെയ്ൻമെൻറ് സോണാണ്. ഇവിടെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. 4-ാമത്തെ ദിവസം, അതായത് 5-ാമത്തെ ദിവസത്തിലേക്കാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ കടന്നിട്ടുള്ളത്. ഇവിടെ ഈ പ്രദേശത്ത് കടകൾ, അതായത് അവശ്യ സർവീസ് മാത്രമാണ് ഉള്ളത്. അവശ്യ സാധനങ്ങളുടെ കടകൾ മാത്രമാണ് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നത്. അതും 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. മറ്റൊന്നും തന്നെ ഇവിടെ ഇല്ല. ആളുകൾക്ക് പുറത്തിറങ്ങുന്നതിന് ഉൾപ്പെടെ കർശന നിയന്ത്രണമുണ്ട്. മറ്റൊന്ന് കോഴിക്കോട് കോർപ്പറേഷനിലെ ചെറുവണ്ണൂരിലാണ്. ചെറുവണ്ണൂരിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഇവിടെ 43 മുതൽ 51 വരെയുള്ള വാർഡുകൾ
ഇത്രയും വാർഡുകൾ, ഇത്രയും ഡിവിഷനുകളിൽ കർശന നിയന്ത്രണമുണ്ട്. ഒരു കണ്ടെയ്ൻമെൻറ്റ് സോണാണ് കോഴിക്കോട് കോർപ്പറേഷൻ ലിമിറ്റിൽ. പിന്നൊന്ന് ഫറൂഖാണ്. ഫറൂഖിലെ മുഴുവൻ വാർഡുകളിലും കണ്ടെയ്ൻമെൻറ്റ് സോണാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം ഈ നിപ്പ ബാധിച്ച ആൾക്ക് ഇവിടെ എല്ലാം തന്നെ സമ്പർക്കമുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ റൂട്ട് മാപ്പിൽ അങ്ങനെയാണുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് പൂർണ്ണമായും കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം തന്നെ കർശന നിയന്ത്രണമാണുള്ളത്. നഗരത്തിലേക്ക് പഴയ പോലെ ആളുകൾ ഇറങ്ങാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം കച്ചവട മേഖലയെയും എല്ലാം തന്നെ അത് സാരമായി തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സംഘം ഇവിടെയുണ്ട്. കേന്ദ്ര സംഘം കൂടുതൽ പരിശോധനകളും പഠനങ്ങളും മുന്നോട്ട് പോകുന്നുമുണ്ട്. ഒപ്പം തന്നെ മന്ത്രിമാരായ വീണ ജോർജ്, മുഹമ്മദ് റിയാസ്, ശശീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഇവിടെ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നത്. അതുപോലെ തന്നെ ഈ പരിശോധന, അതായത് പരിശോധിക്കുന്ന കൂടുതൽ സാമ്പിളുകൾ പരിശോധിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയതോടുകൂടി ആദ്യഘട്ടത്തിൽ ഹൈ റിസ്ക് വരുന്നത് മാത്രമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലങ്ങൾ വരുന്ന മുറയ്ക്കായിരിക്കും മറ്റുള്ളത്. 1000-ലധികം ആളുകൾ ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുണ്ട്. ഇതിൽ 200 ചില്ലാനം ആളുകൾ ഹൈ റിസ്കിലാണ് വരുന്നത്. ആദ്യഘട്ടത്തിൽ ഇവരുടെ സാമ്പിളുകളാണ് പരിശോധിക്കുന്നത്. അതിനുശേഷം ഈ സമ്പർക്ക പട്ടികയിലുള്ള മുഴുവൻ ആളുകളുടെയും സാമ്പിളുകൾ ഘട്ടം ഘട്ടമായി പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും ഈ നിപ്പ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ 21 ദിവസത്തെ ഇൻക്യുബേഷൻ പീരീഡാണ്. ഇതിനകം ഈ സമ്പർക്കത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണമുണ്ടോ എന്ന് പരിശോധിച്ചായിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുക. ശരി, വിനേഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. മാത്യു കുഴൽനാടൻ്റെ ചിന്നക്കനാലിലെ റിസോർട്ടിന് ലൈസൻസ് പുതുക്കി നൽകി. റിസോർട്ടിൻ്റെ ഹോം സ്റ്റേ ലൈസൻസ് ആണ് പുതുക്കി നൽകിയിരിക്കുന്നത്. പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് CPM-ന് ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുമായി കുഴൽനാടൻ്റെ ലൈസൻസ് പുതുക്കി നൽകലോടെ ഇതൊക്കെ അസ്തമിക്കുന്ന അവസ്ഥയല്ലേ? രഞ്ജിത്, തീർച്ചയായും നിലവിൽ ചിന്നക്കനാലിൽ മധുക്കുനാളോട് ബസ്സുള്ള റിസോർട്ടിന് ലൈസൻസ് പുതുക്കി നൽകിയിരിക്കുന്നു. അതായത് ഈ വിഷയത്തിൽ ഉണ്ടായ മറ്റ് ആരോപണങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നത് വേണം നമുക്ക് വിലയിരുത്താൻ. ലൈസൻസ് കഴിഞ്ഞ ഒരു 5 മാസത്തിലധികമായി ലൈസൻസ് ഇല്ലാതെയായിരുന്നു ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ മാർച്ച് 31-ന് ഈ കപ്പിറ്റൽ സ്റ്റേ എന്ന പേരിൽ ചിന്നക്കനാൽ സൂര്യനെല്ലിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ലൈസൻസ് കാലാവധി അവസാനിച്ചിരുന്നു. തുടർന്ന് ഈ സ്ഥാപന ഉടമകൾ ലൈസൻസ് പുതുക്കി നൽകുന്നതിനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരുന്നെങ്കിലും തുടർന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഒപ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ NOCയും പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരുന്നു. ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ച മുറയ്ക്കാണ് ഇപ്പോൾ ലൈസൻസ് പുതുക്കി നൽകിയിരിക്കുന്നത്. 5 വർഷത്തെ കാലാവധിക്ക് ലൈസൻസ് നൽകണമെന്നായിരുന്നു ഇവരുടെ അപേക്ഷയിൽ പ്രതിപാദിച്ചിരുന്നത്. എന്നാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഡിസംബർ 31 വരെയാണ് ഇതിന്റെ കാലാവധി നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ലൈസൻസ് നിലവിൽ ഡിസംബർ 31 വരെ എന്ന തരത്തിൽ പഞ്ചായത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഹോം സ്റ്റേ ലൈസൻസ് ആണ് നിലവിൽ ഈ സ്ഥാപനത്തിൽ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ലൈസൻസ് നൽകിയാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ നികുതി നൽകുന്നത്, അതായത് സ്ഥാപനം നികുതി നൽകുന്നത് റിസോർട്ട് ഗണത്തിലാണ്. അതായത് സ്ക്വയർ ഫീറ്റിന് 90 രൂപ നിരക്കിൽ നികുതി അടയ്ക്കുന്നുണ്ട്. ഹോം സ്റ്റേയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നിലവിൽ 60 രൂപ നിരക്കിലാണ് നികുതി അടയ്ക്കേണ്ടി വരിക. മറ്റു നടപടികൾ, അതായത് ആവശ്യമെങ്കിൽ ഈ റിസോർട്ട് ഗണത്തിലേക്ക് മാറ്റി ലൈസൻസ് നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിലവിൽ നൽകിയിരിക്കുന്ന ലൈസൻസ് ക്യാൻസൽ ചെയ്ത ശേഷം പുതിയ അപേക്ഷ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ റിസോർട്ടിനോടനുബന്ധിച്ച് 2 കെട്ടിടങ്ങൾ മുൻപ് ഈ മധുക്കുഴൽനാടൻ ബസ്സുകൾ നിർമ്മിച്ച 2 കെട്ടിടങ്ങൾ വിവാദമായിരുന്നു. അതായത് ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള NOC വാങ്ങിയ ശേഷം ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും അത് തുടർന്ന് റിസോർട്ടിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തതാണ് വലിയ വിവാദമാകുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ശരി, പ്രിൻസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ന്യൂസ് റൂം ലൈവിൽ ഇടവേള. ഈ പരിപാടി ആയിരിക്കും ഇത്തരത്തിലേക്ക് ഒരു ആത്മഹത്യയിലേക്ക് പോയത് എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. പക്ഷേ പിന്നീടുള്ള ശില്പയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ്, പരിശോധനയിലാണ് ഇത് കൂടാതെ മറ്റ് 3-4 ബാങ്കുകളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ വലുതും ചെറുതുമായ തുകകൾ പലതവണയായി ശില്പ എടുക്കുകയും ചെയ്തു. ഇതിലാണ് ഇനി എന്തൊക്കെയാണ് ഇത് കൂടാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള പലിശ വായ്പയായിട്ടുള്ള ലോണുകളിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നോ മറ്റേതെങ്കിലും തരത്തിലൊക്കെ ശില്പ ഇനിയും ലോൺ എടുത്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ആത്മഹത്യക്കുറിപ്പിൽ ഒരാളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൽ നിന്നും പണം തങ്ങൾക്ക് തരാനുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ ആത്മഹത്യക്കുറിപ്പിലുണ്ട്. അത് ആരാണ്
ആരാണെന്ന് പോലീസ് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. അയാളെ വിളിച്ച് ചോദ്യം ചെയ്യാം, ഈ പേര് പറഞ്ഞിട്ടുള്ള ആളെ വിളിച്ച് ചോദ്യം ചെയ്യാനും പോലീസ് നീങ്ങുന്നുണ്ട്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ തവണ, അതായത് ഈ തലേ ദിവസം, ഈ മരിക്കുന്നതിന് പിറ്റേ ദിവസം ഇറ്റലിയിലേക്ക് പോകുന്നു എന്നായിരുന്നു കുടുംബത്തെ ധരിപ്പിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി ഒരു ട്രാവൽ ഏജൻസി വഴി ശില്പ പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ് ശില്പയും നിജോയും കുടുംബത്തെ അറിയിച്ചത്. ഇത് അമ്മ ആ സമയത്ത് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയെ അമ്മയ്ക്ക് അറിയുകയും ചെയ്യാം. എന്നാൽ അമ്മ ആ വ്യക്തിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇവർ കൊടുത്ത വിദേശത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ട തുകകളെല്ലാം തിരിച്ചു നൽകിയിരുന്നു. ഒന്നും തന്നെ ആവശ്യത്തിന് ആദ്യം തന്നെ വിദേശത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ട് ട്രാവൽ ഏജൻസിയെ സമീപിച്ചിരുന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ തുക തിരിച്ചു വാങ്ങുകയും ചെയ്തു എന്ന് ആ ട്രാവൽ ഏജൻസിയുടെ ഉടമ പറഞ്ഞിരുന്നു. അയാളെ അടക്കം വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. എന്തിനായിരിക്കും ഇത്തരത്തിൽ കുടുംബത്തോട് ഒരു കള്ളം പറഞ്ഞത് എന്നടക്കമുള്ള സംശയമാണ് പോലീസും ഉയർത്തുന്നത്. എന്തായാലും ഓരോ ദിവസവും കഴിയുന്തോറും ശില്പയുടെ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും പോലീസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് കൃത്യമായൊരു ഉത്തരം കണ്ടെത്തുക എന്ന നീക്കത്തിൽ തന്നെയാണ് പോലീസും. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടിയെ സജ്ജമാക്കാൻ ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ഇന്ന് തുടക്കം. ഹൈദരാബാദിൽ ഇന്നും നാളെയുമാണ് യോഗം. പുനഃസംഘടിപ്പിച്ച ശേഷം ആദ്യമായാണ് പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. 5 സംസ്ഥാനങ്ങളിലേക്ക് ഈ വർഷം അവസാനം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ യോഗം വിലയിരുത്തും. ഇന്ത്യ മുന്നണിയെ സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകളും യോഗത്തിലുണ്ടാകും. പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം നാളെ വൈകിട്ട് ഹൈദരാബാദിൽ നടക്കുന്ന വിജയഭേരി സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉള്ള 6 വാഗ്ദാനങ്ങളും റാലിയിൽ പ്രഖ്യാപിച്ചേക്കും. अलायंस के बारे में बातचीत अलग होगी, क्योंकि यहाँ पर जो है पहली बार संगठन के लिए हम बैठेंगे और संगठन के बारे में हम बातचीत करेंगे. राहुल गांधी जी उसमें रहेंगे, श्रीमती सोनिया गांधी जी रहेंगे, प्रियंका गांधी जी रहेंगे, सभी लोग रहेंगे और सीनियर लीडर्स भी सभी लोग उसमें सम्मिलित होंगे. वो सभी ने मिलके क्या राय देते हैं संगठन के बारे में, आने वाले चुनाव के बारे में, जो 5 स्टेट में हमारे चुनाव है, वो चुनाव के बारे में भी हम सोचेंगे और उसके लिए क्या एक रणनीति बनाना चाहिए वो भी उसमें चर्चा होगी. बाकी जो अलायंस एंड अदर थिंग्स वो नेक्स्ट, इसमें जहां अलायंस पार्टनर के साथ बैठेंगे उस वक्त वो तय हो जाए. കശ്മീരിലെ അനന്ത്നാഗിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ 4ാം ദിവസവും തുടരുന്നു. ഏറ്റുമുട്ടലിനിടെ കാണാതായ ഒരു സൈനികന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇതോടെ വീരമൃത്യു വരിച്ചവരുടെ എണ്ണം 4ആയി. 19 രാഷ്ട്രീയ റൈഫിൾ യൂണിറ്റ് കമാൻഡർമാരായ കേണൽ മൻപ്രീത് സിംഗ്, മേജർ ആശിഷ്, ജമ്മു കാശ്മീർ പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഹുമയൂൺ ഭട്ട് എന്നിവരാണ് നേരത്തെ മരിച്ചത്. ചൊവ്വാഴ്ച വൈകുന്നേരം അനന്ത്നാഗിലെ ഗഡോൾ മേഖലയിൽ ആരംഭിച്ച ഏറ്റുമുട്ടൽ രാത്രിയോടെ അവസാനിച്ചിരുന്നു. ഭീകരരുടെ ഒളിത്താവലം കണ്ടെത്തിയതോടെ ബുധനാഴ്ച തെരച്ചിൽ പുനരാരംഭിച്ചു. ഇതിനിടെ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. കൊച്ചി കടമക്കുടിയിലെ കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യയിൽ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്. ശില്പയുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടന്നിട്ടുള്ളതായി പോലീസ് കണ്ടെത്തി. ശില്പ, ഭർത്താവ് നിജോ എന്നിവരുടെ മൊബൈൽ ഫോണുകൾ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. നവമി ദിനേശ്, നവമി, പുതിയ കണ്ടെത്തലുകളാണ്. കാരണം 4ഓളം ബാങ്ക് അക്കൗണ്ടുകളുണ്ട്, ഇതിലൂടെ ലക്ഷങ്ങളുടെ ട്രാൻസാക്ഷൻ നടക്കുന്നു. കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കേണ്ട പശ്ചാത്തലമാണോ? കൂടുതൽ വിവരങ്ങൾ പോലീസിന് ഓരോ ഘട്ടത്തിലും ലഭ്യമാവുകയാണോ? രഞ്ജിത്ത്, കടമക്കുടിയിലെ ഈ 4 പേരുടെ ആത്മഹത്യ പ്രാഥമികമായി ഒരു കടബാധ്യതയെ തുടർന്നുള്ളതാണ് എന്നായിരുന്നു വീട്ടുകാരും അറിഞ്ഞിരുന്നത്. കാരണം ആത്മഹത്യാക്കുറിപ്പിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളും പുറത്തു വരുന്നത്. പോലീസിന്റെ ആദ്യത്തെ നിഗമനം ഇത്തരത്തിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഈ ശില്പയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഓൺലൈൻ ഒരു വായ്പ എടുത്ത ആപ്പ് വഴിയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പണം തിരിച്ചടയ്ക്കാത്തത് കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള മെസ്സേജുകളും ഭീഷണികളൊക്കെ വന്നതിനെ തുടർന്നാണ് ഇവരുടെ ആത്മഹത്യ ചെയ്തിരുന്നത് എന്നായിരുന്നു ഇവരുടെ പ്രാഥമികമായ നിഗമനം. പക്ഷേ അതെല്ലാം
ഇതെല്ലാം മാറിക്കൊണ്ട്, അതായത് ശില്പ 3-4 അക്കൗണ്ടുകൾ ശില്പയ്ക്കുണ്ട്, അതിൽ തന്നെ ലക്ഷങ്ങളുടെ ട്രാൻസാക്ഷനും നടന്നു എന്ന കണ്ടെത്തലും കൂടിയാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കുടുംബവും ഈ വാർത്ത അറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ്. കാരണം അവർക്കറിയാവുന്നത് ശില്പയ്ക്കോ നിജോയ്ക്കോ ഇത്രമാത്രം കടമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് അവർക്ക് ഇത്രയും വലിയ സാമ്പത്തിക ഇടപാട് നടത്തേണ്ട കാര്യമെന്നായിരുന്നു കുടുംബം ചോദിക്കുന്നത്. കാരണം ശില്പ വിദേശത്തേക്ക് ഇറ്റലിയിലേക്ക് ജോലിക്കായി ആദ്യം പോയ സമയത്തൊക്കെ വീട് പണയം വെച്ചാണ് 5 ലക്ഷം രൂപ ഇവർക്ക് എടുത്തു കൊടുത്തത്. പിന്നീട് ജോലി തരപ്പെട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. ഈ മരിക്കുന്നതിന്റെ പിറ്റേ ദിവസവും തലേ ദിവസവും ശില്പ കുടുംബത്തോടും നിജോയുടെ അമ്മയോടൊക്കെ പറഞ്ഞത് ഇവർ പിറ്റേ ദിവസം ശില്പ വിദേശത്തേക്ക് വീണ്ടും ജോലി ആവശ്യത്തിന് പോകുന്നു എന്നാണ്. അപ്പോഴൊന്നും ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതായിട്ടൊന്നും കുടുംബത്തിന് അറിയില്ലായിരുന്നു. അവർ തന്നെ വീട് പണയം വെച്ചുള്ള ലോൺ എടുത്ത് അതിന്റെ കാശൊക്കെ ആയിരുന്നു ആദ്യത്തെ തവണ വിദേശത്ത് പോയതൊക്കെ. പിന്നീട് എന്തിനാണ് ഇത്രയും തുക ഈ ഓൺലൈൻ വായ്പയായി ഒക്കെ എടുത്തത് എന്നുള്ള ദുരൂഹത ഇപ്പോഴും കൂടി വരികയാണ്. അതോടൊപ്പം തന്നെ ഈ ട്രാൻസാക്ഷൻ അടക്കം പരിശോധിക്കുകയാണ് പോലീസ്. അതോടൊപ്പം ശില്പയുടെ ഫോണും ഫോറൻസിക് പരിശോധന നടത്തുന്നുണ്ട്. സൈബർ സെല്ലിന് ഇത് കൈമാറുകയും ചെയ്തു. സൈബർ സെല്ലാണ് ഇത് പരിശോധന നടത്തുന്നത്. ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ള സൂചനയുണ്ടോ, മറ്റേതെങ്കിലും ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളോ, ആ കോണ്ടാക്റ്റിലുള്ള ആളുകളുമായിട്ടൊക്കെ ഇത്തരത്തിൽ പണമിടപാട് നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഇന്ന് അല്പസമയത്തിനുള്ളിൽ വി ഡി സതീശനും ഈ കുടുംബത്തെ സന്ദർശിക്കുന്നുണ്ട്. കടമക്കുടിയിൽ നിജോയുടെ കുടുംബത്തെ അമ്മയെയും സഹോദരനെയും കാണാനൊക്കെ എത്തുന്നുണ്ട്. അവരും പോലീസിനോട് പ്രതിപക്ഷ നേതാവിനോടും ഒക്കെ ആവശ്യപ്പെടുക, ഈ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം പോകണം, തങ്ങൾക്കും ഇപ്പോൾ ഭീഷണി വരുന്നുണ്ട്, ഈ പൈസ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഓൺലൈൻ വായ്പ എടുത്തവരുടെ ഭാഗത്തു നിന്നൊക്കെ ഭീഷണി വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം, ഇതിലൊരു നീതി കിട്ടണം, തങ്ങൾക്കും ഒരു നീതി കിട്ടണമെന്ന ആവശ്യം തന്നെയാണ് കുടുംബവും ഉന്നയിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ശരി, തുടരുക നവമി. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകണം. ബ്ലോഗർ മല്ലു ട്രാവലർക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി. സൗദി അറേബ്യൻ യുവതിയാണ് ബ്ലോഗർ ഷക്കീർ സുബാനെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഇന്റർവ്യൂ ചെയ്യാനെത്തിയ സമയത്ത് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് കേസെടുത്തു എന്നുള്ളതാണ്. ഇയാൾ നാട് വിട്ടു, രാജ്യം വിട്ടു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്താണ് മറ്റു കാര്യങ്ങൾ നവമി? രഞ്ജിത്ത്, ഇന്നലെ വൈകുന്നേരമാണ് ഈ സൗദി അറേബ്യൻ വനിത ഇത്തരത്തിൽ പോലീസിന് പരാതി നൽകുന്നത്. ഈ പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഈ കേസെടുത്തതിനെ തുടർന്നാണ് ഷക്കീർ ഇപ്പോൾ രാജ്യം വിട്ടിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായും പോലീസിന് ലഭിക്കുന്ന സൂചന. എങ്കിൽ പോലും അയാളെ കോൺടാക്ട് ചെയ്ത് നാട്ടിലേക്ക് വിളിച്ചു വരുത്താനുള്ള ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ മല്ലു ട്രാവലർ ഒരു ബ്ലോഗറാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സുമുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ഈ സൗദി അറേബ്യൻ യുവതിയെയും അവർ കല്യാണം കഴിച്ച ഒരു വരൻ, അയാൾ മലയാളിയാണ്. അപ്പോൾ ഈ സമയത്ത് അത്യാവശ്യം എല്ലാ യൂട്യൂബ് ചാനലുകളടക്കം ഇവരുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ ഫേമസ് ആയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മല്ലു ട്രാവലറും ഇവരെ ഇന്റർവ്യൂ ചെയ്യാനായി വിളിച്ചത്. എറണാകുളത്തെ ഒരു ഹോട്ടലിലേക്കാണ് വിളിച്ചു വരുത്തിയത്. ആ സമയത്ത് ഈ വനിതയും അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ വരനും ഉണ്ടായിരുന്നു. ഈ വരൻ പുറത്തേക്ക് പോയ സമയത്താണ് ഇത്തരത്തിൽ മോശമായിട്ടുള്ള രീതിയിൽ ലൈംഗിക അതിക്രമം ഈ യുവതിക്കെതിരെ നടത്തിയെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മല്ലു ട്രാവലർ ഇപ്പോൾ രാജ്യം വിട്ടുവെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ മല്ലു ട്രാവലറിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയാണ്. ശരി. ആലുവയിൽ 5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ വിചാരണയുടെ പ്രാരംഭ നടപടികൾ ഇന്ന് തുടങ്ങും. എറണാകുളം പോക്സോ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ആലപ്പുഴ അർത്തുങ്കലിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അന്യസംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. ഉത്തർപ്രദേശ് സ്വദേശി മുഹമ്മദ് സജാദാണ് അർത്തുങ്കൽ പോലീസിന്റെ പിടിയിലായത്. അർത്തുങ്കൽ സ്വദേശിയായ 7ാം ക്ലാസ്സുകാരി ട്യൂഷന് പോകുന്ന വഴിയിൽ ഉത്തർപ്രദേശുകാരനായ മുഹമ്മദ് സജാദ് ആംഗ്യങ്ങളും മറ്റും കാട്ടി ശല്യപ്പെടുത്തുക പതിവായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. 13-ന് വൈകിട്ട് സൈക്കിൾ ട്യൂഷൻ സെന്ററിലേക്ക് പോയ കുട്ടിയെ ഇയാൾ ഓരോ ചേഷ്ടകൾ കാണിച്ചു. 2 ബസ്സുകൾ ഒരുപോലെ വന്ന സമയത്ത് കുട്ടി സൈക്കിൾ നിർത്തിയപ്പോൾ സജാദ് കുട്ടിയെ സൈക്കിൾ പിടിച്ച് അകത്തേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. കുട്ടി കടന്നുപോകുന്ന വഴിയിലെ ജെൻസ് ബ്യൂട്ടി പാർലറിലെ ജീവനക്കാരനാണ് ഇയാൾ. സജാദ് വഴിയിൽ തടഞ്ഞു നിർത്തി അശ്ലീലമായി സംസാരിക്കുകയും ഒപ്പം കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം ക്ലാസ്സിലെത്തിയ കുട്ടി അവിടുത്തെ അധ്യാപകരോട് പറഞ്ഞു. അധ്യാപകർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അർത്തുങ്കൽ CI G മധുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് സജാദിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു.
ആലപ്പുഴ കളർകോട് ബ്യൂട്ടി പാർലർ ജീവനക്കാരനായ പ്രതി 3 മാസം മുമ്പാണ് അർത്തുങ്കലിലെത്തിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 2 ആഴ്ച മുമ്പ് ആക്രി പെറുക്കാൻ വന്ന മറ്റൊരാളെയും പോക്സോ കേസിൽ അർത്തുങ്കൽ പോലീസ് പിടികൂടിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാൾ ബംഗ്ലാദേശ് സ്വദേശിയാണെന്നാണ് കണ്ടെത്തിയത്. ന്യൂസ് 18 ആലപ്പുഴ. തിരുവല്ല കച്ചേരിപ്പടിയിൽ ബൈക്ക് മതിലിടിച്ച് 2 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായ പരിക്കുണ്ട്. തിരുവല്ല സ്വദേശികളായ ഉണ്ണികൃഷ്ണൻ, ആസിഫ്, അർഷാദ് എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 3 സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് മതിലിടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ഉണ്ണികൃഷ്ണനും ആസിഫും തൽക്ഷണം മരിച്ചു. പരിക്കേറ്റ അരുൺ ചികിത്സയിലാണ്. മലപ്പുറം നിലമ്പൂർ ചുങ്കത്തറയിൽ വാഹനാപകടത്തിൽ 2 മരണം. മുട്ടിക്കടവിൽ പിക്കപ്പ് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ബൈക്ക് യാത്രക്കാരനായ പാതിരപ്പാടം സ്വദേശി യദു കൃഷ്ണ, ഉപ്പട സ്വദേശി ഷിബിൽ രാജ് എന്നിവരാണ് മരിച്ചത്. ചുങ്കത്തറ മാർത്തോമയിലെ വിദ്യാർത്ഥികളാണ്. പിക്കപ്പ് ജീപ്പും ബൈക്കും അമിത വേഗതയിലായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടവേള. ഇതിന്റെ ഭാഗത്തു നിന്നും നടത്തുന്നത് ഒരു ഓൺലൈൻ ആപ്പ് വഴി അല്ല ശില്പയും നിജോയും ഇത്തരത്തിൽ ലോൺ എടുത്തത്. പല ആപ്പുകൾ വഴിയും പല ഓൺലൈൻ വഴിയും ലോണുകൾ ഇത്തരത്തിൽ എടുത്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5-6 ലോണുകളായിരിക്കും ശില്പയും നിജോയും കൂടി ഈ ഒരു കാലയളവിൽ എടുത്തത്. ഇതുകൊണ്ട് തന്നെ ഇതെല്ലാം തിരിച്ചടയ്ക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും, പിന്നീട് അവരിൽ നിന്നുണ്ടായ ഭീഷണിയായിരിക്കും ഇത്തരത്തിൽ ഇവർക്ക് ആത്മഹത്യയിലേക്ക് വരെ ചെന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. എന്തായാലും പോലീസും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശില്പയുടെയും നിജോയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് 2 പേരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസും പോകുന്നത്. മറ്റൊരു കാര്യം, ശില്പയുടെ മൊബൈൽ ഫോൺ ഇതുവരേക്കും പോലീസിന് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതൊരു പാറ്റേൺ ലോക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഇപ്പോൾ സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്കാണ് കൈമാറിയത്. ഇന്ന് തന്നെ അവർ ഇത് പാറ്റേൺ അൺലോക്ക് ചെയ്ത് അതിലുള്ള ഡീറ്റെയിൽസും കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ വന്നിട്ടുണ്ടോ, ഒപ്പം തന്നെ ഇതിലേതെങ്കിലും ചിത്രങ്ങൾ, മോർഫ് ചെയ്ത ചിത്രങ്ങളൊക്കെ അവരും അയച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ, ഫോണിലെ മറ്റ് കോണ്ടാക്റ്റുകൾ, ഏതെങ്കിലും വിധത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ നമ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നത് നിജോയ്ക്കോ ശില്പയ്ക്കോ അത്ര തരത്തിലുള്ള വലിയ തരത്തിലുള്ളൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടില്ല. കാരണം ശില്പ വിദേശത്തേക്ക് പോകുന്ന സമയത്തൊക്കെ വീട് പണയം വെച്ചാണ് 5 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് ആദ്യ കപ്പലെത്താൻ 2 ആഴ്ച മാത്രം. ചൈനയിലെ ഷാങ്ഹായ് തീരത്ത് നിന്ന് പുറപ്പെട്ട കപ്പലിനെ സ്വീകരിക്കാൻ വിഴിഞ്ഞം തുറമുഖത്ത് ഒരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ്. പദ്ധതി പ്രദേശത്തെ അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. ഇന്ത്യയുടെ തുറമുഖ കവാടം വിഴിഞ്ഞത്ത് മിഴി തുറക്കാൻ ഒരുങ്ങുകയാണ്. 2024 മെയ് മാസത്തിൽ കമ്മീഷൻ ചെയ്യാൻ ഇരിക്കുന്ന തുറമുഖത്തേക്ക് ആദ്യ കപ്പൽ വരുന്ന ഒക്ടോബർ 4-ാം തീയതി എത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ചൈനയിലെ ഷാങ്ഹായ് തീരത്ത് നിന്ന് പുറപ്പെട്ട ക്രെയിനുകൾ വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ചൈനയുടെ ബോർഡർ പിന്നിട്ട് വിയറ്റ്നാമും പിന്നിട്ട് ഇപ്പോൾ ഇന്ത്യയിലെ പ്രത്യേകിച്ച് വിഴിഞ്ഞം ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ്. ഏതാണ്ട് 19 ദിവസങ്ങൾക്ക് അപ്പുറം എനിക്ക് പിന്നിൽ കാണുന്ന ആ ബർത്തിന് അടുത്തേക്ക് ഇന്ത്യയുടെ അഭിമാനമായ വിഴിഞ്ഞം തീരത്തേക്ക് ഒരു രാജ്യാന്തര കപ്പൽ എത്താൻ പോകുന്നു. ഈ 800 മീറ്റർ നീളമുള്ള ബർത്താണ് ഇവിടെ നിർമ്മിക്കുന്നതെങ്കിലും അതിൻ്റെ 400 മീറ്റർ നിർമ്മാണമാണ് ഇതിനോടകം പൂർത്തിയായിരിക്കുന്നത്. ആ 400 മീറ്റർ നിർമ്മാണം പൂർത്തിയായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഏത് വലിയ കപ്പലുകൾക്കും അവിടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം സജ്ജമായിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഈ ഇത്തരത്തിലെത്തുന്ന മദർ ഷിപ്പുകളെ അവിടെ നിന്ന് ഈ തീരത്തേക്ക് അടുപ്പിക്കുന്ന ടഗ് ബോട്ടുകൾ അത് ഇതിനോടകം തന്നെ സജ്ജമാണ്. അതാണ് എനിക്ക് പിന്നിൽ ദൂരെയായി കാണുന്നതും. എന്തായാലും പുലിമുട്ട് നിർമ്മാണമാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 2960 മീറ്റർ അപ്രോക്സിമേറ്റായി പറഞ്ഞ ഏതാണ്ട് 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുലിമുട്ട് നിർമ്മാണം, അതിൻ്റെ 2400 മീറ്റർ നിർമ്മാണം ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇനി പറയാൻ പോകുന്ന കണക്കുകൾ കേട്ടാൽ ഒരുപക്ഷെ പ്രേക്ഷകർ ഞെട്ടും. ഏതാണ്ട് 50 ലക്ഷം ടൺ
കല്ലുകളാണ്, കരിങ്കല്ലുകളാണ് ഈ പുലിമുട്ട് നിർമ്മാണത്തിനായി വിഴിഞ്ഞത്ത് ഈ പദ്ധതി പ്രദേശത്ത് ഇതിനോടകം വിനിയോഗിച്ചിരിക്കുന്നത്. ഇനി ഏതാണ്ട് 20 ലക്ഷം ടൺ കല്ലുകൾ കൂടി ഈ നിർമ്മാണം ഈ 2400 മീറ്ററിൽ നിന്ന് 2960 മീറ്റർ എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് പുലിമുട്ട് നിർമ്മാണം എത്തുമ്പോൾ ഏതാണ്ട് 20 ലക്ഷം ടൺ കരിങ്കല്ലുകൾ കൂടി ആവശ്യമാണ്. അതിന് സജ്ജമാക്കിയിരിക്കുന്ന കല്ലുകളാണ് എനിക്ക് പിന്നിൽ കുന്നുപോലെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. നമുക്കറിയാം കടലിന്റെ പ്രക്ഷുബ്ധമായ സാഹചര്യം, കാലവർഷക്കെടുതി, ഇതൊക്കെ ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജൂൺ മാസം മുതൽ ഒക്ടോബർ മാസം വരെ ഈ പുലിമുട്ട് നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസത്തിന് ശേഷം പുലിമുട്ട് നിർമ്മാണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് 20 ലക്ഷം ടൺ കല്ലുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 7500 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാകും എന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ആരംഭിച്ചതെങ്കിലും നമുക്കറിയാം കേരളത്തിന് തന്നെ നാണക്കേടായി മാറിയ ഒരു വലിയ സമരത്തിലൂടെ, ആ സമരത്തിലൂടെ ഇതിന്റെ ഈ ടോട്ടൽ കോസ്റ്റ് അത് വീണ്ടും ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് പറഞ്ഞതിൽ നിന്നും വലിയ ഒരു വ്യത്യാസം ഈ തുകയുടെ കാര്യത്തിൽ ഈ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി സർക്കാരും അദാനി ഗ്രൂപ്പും മുടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. രാജ്യത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചും കേരളത്തിന്റെ മുഴുവൻ വികസനത്തിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയായിട്ടാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തൊഴിലവസരങ്ങൾക്ക് അപ്പുറത്തേക്ക് കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾക്ക് വഴി വെക്കുന്ന തരത്തിലുള്ള ഒരു വികസന പദ്ധതിയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അതിനും അപ്പുറത്തേക്ക് രാജ്യാന്തര തലത്തിൽ ഭാരതത്തിന്റെ മുഖച്ഛായ തന്നെ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പദ്ധതിയായിട്ടാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. നിലവിൽ ഇന്ത്യയിലെ മറ്റ് തീരങ്ങളിലേക്ക് ഒന്നും മദർ ഷിപ്പുകൾക്ക് അടുക്കുന്നതിനുള്ള സംവിധാനമില്ല. മദർ പോർട്ടുകൾ ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ ദുബായ്, സിംഗപ്പൂർ, കൊളംബോ തുടങ്ങിയ തീരങ്ങളിൽ പോർട്ടുകളിൽ എത്തിച്ച ശേഷം ആ തുറമുഖങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലെ മറ്റ് പോർട്ടുകളിലേക്ക് കണ്ടെയ്നറുകളുമായി ഷിപ്പുകൾ എത്തുന്നത്. ആ മുഴുവൻ ഷിപ്പുകളും ഇനി വിഴിഞ്ഞത്തേക്ക് എത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു അനന്തമായ സാധ്യതയാണ് രാജ്യത്തിന് മുമ്പിൽ മിഴി തുറക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിന് മുൻപിൽ മിഴി തുറക്കുന്നത് എന്നത് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയെ മറ്റ് പദ്ധതികളിൽ നിന്ന്, വികസന പദ്ധതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നതും. ഒരുപക്ഷെ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരുന്നിരിക്കണം മറ്റ് രാജ്യാന്തര ഇടപെടലുകൾ വഴി ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് എതിരായി ഇവിടെ ഉണ്ടായത് എന്നും നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇത്രമാത്രം വലിയൊരു വികസന പാന്താവ് രാജ്യത്തിന് മുമ്പിൽ തുറന്നിട്ടുകൊണ്ടാണ്, കേരളത്തിന് മുമ്പിൽ തുറന്നിട്ടുകൊണ്ടാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഇനി നമുക്ക് ഇവിടേക്ക് എത്തുന്ന കപ്പലിന്റെ ചില പ്രത്യേകതകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതായത് ഷാങ്ഹായിൽ നിന്ന് പുറപ്പെട്ട ഈ വിയറ്റ്നാം പിന്നിട്ട് ഏതാണ്ട് 18 ദിവസങ്ങൾക്കപ്പുറത്ത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബെർത്തിന് അരികിൽ, അതായത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് അടുക്കാൻ പോകുന്ന ഈ കപ്പലിൽ പ്രധാനമായും 3 ക്രെയിനുകൾ ആണ് ഉള്ളത്. ഇതിലെ ഒരു ക്രെയിന് 100 മീറ്റർ വരെ നീളമുള്ള, ഇവിടെ നിന്ന് ഈ ബെർത്തിൽ നിന്ന് ഈ വലിയ കണ്ടെയ്നറുകൾ എടുത്ത് കരയിലേക്ക് മാറ്റാൻ ശേഷിയുള്ള, ഈ ഷിപ്പുകളിൽ നിന്ന് ഈ വലിയ കണ്ടെയ്നറുകൾ കരയിലേക്ക് എടുത്ത് മാറ്റാൻ ശേഷിയുള്ള വലിയ ക്രെയിനുകൾ, അത്തരത്തിലുള്ള ഒരു ക്രെയിൻ. അതിനു പുറമെ ഈ ഇവിടെ നിന്ന് ഇറക്കുന്ന ക്രെയിനുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ മാറ്റി എത്തിക്കുന്നതിന് വേണ്ടി ശേഷിയുള്ള 2 യാർഡ് ക്രെയിനുകൾ, അങ്ങനെ 3 ക്രെയിനുകളാണ് ഇപ്പോൾ നിലവിൽ ഈ വലിയ കപ്പലിൽ ഉണ്ടായിരിക്കുക. ഇങ്ങനെ ആദ്യത്തെ കപ്പൽ ഒക്ടോബർ 4-ന് എത്തുമെങ്കിലും നവംബർ അവസാനത്തിന് മുന്നോടിയായി 4 കപ്പലുകൾ ഇവിടേക്ക് എത്തും. ഈ 4 കപ്പലുകളിലായി ഏതാണ്ട് 32ഓളം ക്രെയിനുകളായിരിക്കും ആകെ ഉണ്ടാകുക എന്നാണ് നമുക്ക് ഇതിന്റെ അധികൃതർ നൽകുന്ന വിവരം. ഈ 32 ക്രെയിനുകളിൽ 8 ക്രെയിനുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 100 മീറ്റർ വലിപ്പമുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ക്രെയിനുകൾ, അതിന്റെ പേരുകൾ സൂപ്പർ പാനമെക്സ് ഷിപ്പ് ടു ഷോർ ക്രെയിൻ എന്നാണ്. അതായത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിപ്പമുള്ള ക്രെയിനുകളാണ്. ആ ക്രെയിനുകളുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ കണ്ടെയ്നർ കപ്പലുകളിൽ നിന്ന് ഈ കണ്ടെയ്നറുകൾ എടുത്ത കരയിലേക്ക് എത്തിക്കുക, ആ ദൗത്യം വഹിക്കാൻ ശേഷിയുള്ള 8 ക്രെയിനുകൾ. അതിൽ ഒരെണ്ണം ആദ്യം ഒക്ടോബർ 4-ന് എത്തുന്നു, പിന്നാലെ 7 എണ്ണം കൂടി എത്തുന്നു. അതിന് പിന്നാലെ യാർഡ് ക്രെയിനുകൾ 22 എണ്ണം. അങ്ങനെ ഏതാണ്ട് 32 ക്രെയിനുകൾ ആകെ 2 മാസം. കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു. എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഈ ഗവൺമെന്റിനെയും
കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോകാനും ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ, ഈ ഗവൺമെൻറ്റിന് അനുകൂലമായി രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കഴിയുന്നത്ര ദുർബലപ്പെടുത്താൻ സാധിക്കുമോ എന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരം പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ഞാനൊരു മാധ്യമത്തോട് നടത്തിയുള്ള അഭിമുഖം പോലെ തികച്ചും ഈ വാർത്ത മാധ്യമ സൃഷ്ടിയാണ്. ഞങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ലേയില്ല. എന്തായാലും നവംബർ 20-ന് 2.5 വർഷം തികയാണ്. മുൻ ധാരണ പ്രകാരം 2 മന്ത്രിമാർ മാറുകയും വേണം. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ മറ്റുള്ളവർ കൂടി കോവൂർ കുഞ്ഞുമോനെ പോലുള്ളവരും LJDയും എല്ലാം ക്ലെയിം വെക്കുന്നത്. ഇതിനെ പരിഗണിക്കാൻ നിലവിൽ സാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം. അത് ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലാത്ത വിഷയമാണ്. ഞങ്ങൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു. മുന്നണിയിലെ എല്ലാ ഘടക പാർട്ടികളും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് മന്ത്രിസഭയെക്കുറിച്ച് ഒരു ധാരണയുണ്ടാക്കി. അതനുസരിച്ച് നിലവിൽ എല്ലാ പാർട്ടികൾക്കും വകുപ്പ് വിഭജനമോ മന്ത്രിസ്ഥാനമോ നൽകാൻ സാധിക്കത്തക്ക നിലയിലുള്ളതല്ല. പലതും കേരള രാഷ്ട്രീയത്തെക്കുറിച്ച്, പൊതുസ്ഥിതിയെക്കുറിച്ച്, മറ്റ് സാമൂഹ്യ വിഭാഗങ്ങളെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയ്ക്ക് രൂപം കൊടുത്തു. അതിൽ മന്ത്രിസഭ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചൊരു ധാരണയുണ്ടായി. അതിനനുസരിച്ച് വകുപ്പുകൾ ഘടക പാർട്ടികൾ കൊടുത്തു. എല്ലാ പാർട്ടികൾക്കും അതനുസരിച്ച് മന്ത്രിസഭയുടെ എണ്ണം പരിമിതമായതുകൊണ്ട്, നിശ്ചിതമായതുകൊണ്ട് അതിനപ്പുറം ആലോചിക്കാൻ സാധിക്കില്ല. നിശ്ചയിച്ചു. എല്ലാവരും, മുന്നണിയിലെ മുഴുവൻ ഘടക പാർട്ടികളും ഐക്യകണ്ഠേന അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഈ സർക്കാർ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത, ഒരു MLA ഉള്ള മുഴുവൻ പാർട്ടികൾക്കും ഒരാൾക്കൊഴികെ, ഒരു LJDക്ക് ഒഴികെ മന്ത്രിമാരെ കൊടുത്തു. അതിനെ കൊടുക്കാൻ ധാരണയായി. LJDക്ക് അന്ന് കൊടുത്തില്ല. അവരിപ്പോൾ ആവശ്യപ്പെടുമ്പോൾ അവർ ന്യായമായ ആവശ്യമില്ല. എല്ലാ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. അവരുന്നയിക്കുന്നതിലും തെറ്റില്ല. പക്ഷെ ഞങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്തിട്ടാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലെത്തുക. അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ പാർട്ടികൾക്കും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കൊടുക്കാൻ കഴിയാതെ വരുന്നു. അതെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാലും ചിലരെയെല്ലാം പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ പാർട്ടികളെ തന്നെ പരിഗണിക്കുക, അതിൻ്റെ സാമൂഹ്യ വിഭാഗങ്ങളെ പരിഗണിക്കുക, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ 2.5 വർഷം എന്നത് 2 പാർട്ടികൾക്ക് നിശ്ചയിക്കുകയും എല്ലാവരും അത് അംഗീകരിച്ചു. അതനുസരിച്ച് ഇന്ന് ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഘട്ടമെത്തുമ്പോൾ, ഞങ്ങൾ ആലോചിക്കേണ്ട ഘട്ടമെത്തുമ്പോൾ ഞങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. ആ തീരുമാനമെടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ കേരളത്തിൽ സാധ്യതയില്ല. എല്ലാവരും അത് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുള്ളതാണ്. കോവൂർ കുഞ്ഞുമോൻ കത്ത് നൽകിയിട്ടുണ്ട്. ഇങ്ങനൊരു ആവശ്യം LDF നേതൃത്വത്തിലും മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് കണ്ട് ഇതിനകം പറഞ്ഞെന്ന് കത്ത് നൽകുമെന്ന് പറഞ്ഞു. എന്താണ് അക്കാര്യത്തിൽ? അദ്ദേഹം ഒരു പാർട്ടി നേതാവായിട്ടാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെ. അതനുസരിച്ച് തന്നെ അദ്ദേഹത്തിന് ഡിമാൻഡ് ചെയ്യാം. പക്ഷെ ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ഇത് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തും. അത് ന്യായമല്ലേ? കാരണം 5 തവണയായിട്ട് ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന ആളാണ്. ഇപ്പോഴും പാർട്ടി പോയിട്ട് മാറാതെ കൂടെ നിൽക്കുകയല്ലേ? ഒരു സംസ്ഥാനം കൊടുത്തൂടെ? എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ചർച്ചയ്ക്ക് വിധേയമാക്കാറുണ്ട്. ഈ കാലദൈർഘ്യം എന്നുള്ളത് ഞങ്ങൾ ഇതിൽ ഒരു പരിഗണനയ്ക്ക് എടുത്തിട്ടില്ല. ഏറ്റവും കൂടുതൽ MLA ആയ ആളുകളെ മന്ത്രിയാക്കുക എന്നുള്ളൊരു പരിഗണനയൊന്നും ഞങ്ങളുടെ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ടികളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും എല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് എല്ലാവരും കൂടി ചേർന്ന് ഇത്തരം ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. ഈ CPM-ന്റെ മന്ത്രിമാരിലും മാറ്റം ഉണ്ടാകും, വകുപ്പുകളിൽ മാറ്റം ഉണ്ടാകും എന്നൊക്കെ ചർച്ചകളുണ്ട്. അങ്ങനെ ആളുകൾ CPM ഉണ്ടോ? ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു മുഖമെനിക്കൽ വേണ്ടേ സർക്കാരിന്? കാരണം പുതുപ്പള്ളിയിലെ ഈ സഹതാപനങ്ങൾ മാത്രമാണ് തോൽവി കാരണം. അതിനപ്പുറത്തേക്ക് സർക്കാരിനെ ഒട്ടുകൂടിയില്ലേ? ഉള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം സഹതാപ തരംഗം തന്നെയാണ്. സഹതാപം, ആ സഹതാപ തരംഗം അധികകാലം നിലനിൽക്കുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി
അതിഭീകരമായ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ട ഒരു തരംഗമുണ്ടായി. ആ തരംഗം പിന്നീട് നിലനിന്നോ? കോൺഗ്രസ് തകർന്നു പോയില്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഗാന്ധി അംഗരക്ഷകരാൽ കൊല്ലപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ഒരു തരംഗമുണ്ടായില്ലേ? സഹതാപ തരംഗം. അത് നിലനിന്നോ? ഇത് സഹതാപ തരംഗം ഉണ്ടാക്കാനുള്ള നടപടികളാണ് UDF പദ്ധതിയായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി മരിച്ചത് മുതൽ അവർ നടപ്പിലാക്കിയത്. ചരിത്രത്തിലില്ലാത്ത വിധം ഒരാൾ മരിച്ചിട്ട് 1 മാസം തികയുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അതൊക്കെ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് ഇന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ സഹതാപം ഉണ്ടാക്കി അതിനു വേണ്ടിയിട്ടുള്ള ഇവന്റ് മാനേജ്മെന്റ് വർക്ക് നടത്തി അതിലൂടെ വോട്ട് നേടിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ഈ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അനുകൂലമായിട്ടുള്ള നല്ല മാറ്റമാണ് കേരളത്തിൽ ആകെയുള്ളത്. ഭരണപരമായിട്ടുള്ള ഏറ്റവും മെച്ചപ്പെട്ട നില കേരളത്തിൽ ഇന്നുണ്ട്. ഓരോ വകുപ്പുകളും മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. ഒരു വികസിത കേരളം. ഈ 3.5 കോടി മലയാളികൾ പട്ടിണി കിടന്ന് ദാരിദ്ര്യം കൊണ്ട് നശിക്കാൻ പറഞ്ഞിട്ടുള്ളവരല്ല. ആ ജനതയെ മാറ്റി തീർക്കണ്ടേ? ആ ജനതയെ മാറ്റി തീർക്കാനുള്ള നയപരമായ ഭരണപരമായ ദൗത്യം കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. അനുഭവങ്ങളുള്ള കേരളത്തിലെ ജനത അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ മുന്നണിക്ക് പിന്നിൽ അണിനിരക്കുകയാണ്. കൂടുതൽ ജനപിന്തുണ ആർജിക്കുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടങ്ങൾ, കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം, പുരോഗതി, വളർച്ച, അഭിവൃദ്ധി, ഓരോ കുടുംബത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം അനുഭവിക്കുന്ന കേരള ജനത ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. പിണറായി ഗവൺമെന്റിന്റെ നല്ല പിന്തുണയും സഹായങ്ങളും ആ ജനങ്ങളിൽ നിന്നുണ്ടാകും. പ്രതിപക്ഷം പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് അവർ ജയിക്കുമെന്നാണ്. ഈ പുതുപ്പള്ളി തുടക്കം മാത്രമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അവർ 20-നപ്പുറം പറയാതിരുന്നത് മഹാഭാഗ്യം. നമ്മുടെ പ്രതീക്ഷ എന്താണ്? ഞങ്ങൾ ഈ 20 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. 20 മണ്ഡലങ്ങളിൽ ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം 20 മണ്ഡലങ്ങളിൽ ജയിക്കണം എന്നാണ്. ഞങ്ങൾ കുറേ മണ്ഡലങ്ങളിൽ ജയിച്ചേ പറ്റൂ, ജയിക്കും. അതിൻ്റെ ഒരു ബോധ്യ സ്വാധീനം കേരളത്തിലില്ലേ? പിന്നെ ഒരു സഹതാപത്തിൽ, ഒരു പ്രശ്നത്തിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ലക്കി അടിച്ചു എന്നുള്ളത് കൊണ്ട് അത് എല്ലാ കാലത്തും ഈ ചക്ക തലയിൽ വീഴും എന്ന് ധരിക്കരുത്. അതുകൊണ്ട് കേരളത്തിലെ ജനത കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായി വിലയിരുത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും. ഇന്ത്യ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന മഹാവിപത്ത്, വർഗീയ ഫാസിസ്റ്റ് വിപത്ത്, അതിൻ്റെ ദുരന്തം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ജനത ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഒരു BJP വിരുദ്ധ ശക്തികൾ യൂണിഫൈ ചെയ്യുകയാണ്, അവർ ശക്തിപ്പെടുകയാണ്. മറ്റു കാര്യം, ഈ ഗണേഷ് കുമാറിനെതിരെ UDF സോളർ കൂടാതെ പങ്കുണ്ട്. അപ്പം അദ്ദേഹത്തിനെതിരെ കേസുകൾ മാർച്ചൊക്കെ പ്ലാൻ ചെയ്തേക്കാണ്.